വീക്കെൻഡ് കളക്ഷൻ ഏതാണ്ട് 61.25 കോടി രൂപയാണ് പാട്രിയറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. 3 ദിവസം മാത്രമാണ് ഈ ചിത്രത്തിന് വീക്കെൻഡ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും തരക്കേടില്ലാത്തൊരു കളക്ഷൻ ആദ്യ 3 ദിനം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ പാട്രിയറ്റിന്റെ നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏതാണ്ട് പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. ആദ്യ തിങ്കളാഴ്ച ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിയോളം മാത്രമാണ് ചിത്രത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 5-ാം ദിവസമായ ഇന്നും ചിത്രത്തിന് പരിതാപകരമായ ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ തന്നെ വലിയൊരു പരാജയ ചിത്രമായി പാട്രിയറ്റ് മാറാനുള്ള എല്ലാ സാധ്യതയും നിലവിലെ ട്രെൻഡിലുണ്ട്. ആദ്യ ഷോയ്ക്ക് ശേഷം ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം മാത്രമാണ് ലഭിച്ചത്. ലാലേട്ടനും മമ്മൂക്കയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ വലിയ രീതിയിലുള്ള ഇടിച്ചുകയറ്റമാണ് ചിത്രത്തിന് ഉണ്ടായത്. എന്നാൽ ആ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ മഹേഷ് നാരായൺ ഒരുക്കിയ പാട്രിയറ്റിന് കഴിഞ്ഞിരുന്നില്ല. ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 28 കോടിയോളം രൂപയാണ് പാട്രിയറ്റ് നേടിയത്. 2-ാം ദിവസം 19 കോടിയോളം രൂപയും പാട്രിയറ്റ് സ്വന്തമാക്കി. 3-ാം ദിവസം ചിത്രം പക്ഷേ 14 കോടിക്ക് മുകളിൽ മാത്രമാണ് നേടിയത്. വീക്കെൻഡിൽ മികച്ച കളക്ഷൻ നേടിയെങ്കിലും ആദ്യ വർക്കിംഗ് ഡേ മുതൽ പാട്രിയറ്റിന് മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ നടത്താൻ കഴിയുന്നില്ല. മലയാളത്തിൽ വലിയൊരു ബഡ്ജറ്റ് ചിത്രത്തിന്റെ മറ്റൊരു വീഴ്ചയാണ് പാട്രിയറ്റിലൂടെ സംഭവിക്കുന്നത്. പൊതുവെ മലയാളത്തിൽ നിന്ന് വരുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് എല്ലാമുള്ള ഒരു ക്ഷീണം തന്നെയാണ് പാട്രിയറ്റിനും ഉള്ളത്. ഏതായാലും ഇനിയും മലയാളത്തിൽ നിന്ന് ഒരുപാട് വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അവയെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരട്ടെ.